ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കപ്പലണ്ടി അഥവാ പീനട്ട് ചേർത്ത് ലോ ഫ്ലെയിമിൽ ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കുക. അതൊന്ന് ക്രഞ്ചി പരുവമാകുമ്പോൾ ജസ്റ്റ് സൈഡിലേക്ക് ഒന്ന് നീക്കി വെച്ച ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ വടപ്പരിപ്പ് അഥവാ ചന്ന ദാൽ, 1/2 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1/2 ടീസ്പൂൺ ജീരകം, ഒരു വറ്റൽമുളകും കൂടെ പൊട്ടിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ല രീതിയിൽ ഇളക്കുക. ഇതിന്റെ പച്ചമണം ഒന്ന് മാറിയ ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഇളക്കുക. അതും ഒന്ന് യോജിച്ച ശേഷം ഇതിലേക്ക് 4 കപ്പ് വേവിച്ച അരി ചേർക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ബസ്മതി റൈസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചരിയും ഉപയോഗിക്കാം. അതും ഈ മെഷർമെന്റിൽ തന്നെ എടുക്കാവുന്നതാണ്. റൈസ് ഇട്ട ശേഷം 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എല്ലാം ഒന്ന് കമ്പൈൻഡ് ആയ ശേഷം 2 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ കുനുകുന അരിഞ്ഞതും കൂടെ ചേർത്ത് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് കൂടായ ലെമൺ പകുതി എടുത്ത് അതിന്റെ നീരും കൂടെ ചേർത്ത് നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. ഇതാണ് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ലെമൺ റൈസ്. അടിസ്ഥാനപരവും ലളിതവുമായ ചേരുവകൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു സിമ്പിൾ അരി യൂസ് ചെയ്തുകൊണ്ടുള്ള പാചകക്കുറിപ്പാണ്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇതിനെ ചിത്രാന്നം എന്ന പേരിലും അറിയപ്പെടുന്നു. രാവിലെ പ്രഭാത ഭക്ഷണത്തിനോ ഉച്ചഭക്ഷണത്തിനോ ആണ് സാധാരണയായി ഇത് ഉപയോഗിക്കുന്നത്. നാരങ്ങയും മുളകും ചേർത്തതിന്റെ പുളിയും എരിവും കലർന്ന ഒരു പ്രത്യേക രുചിയാണ് ഇതിന്റെ.